നൈനം ചിന്തതി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ നൈനം ക്ലേയദന്ത്യാപോ ന ശോഷയതി മാരുതഗഃ. ഒരൊറ്റ ചോദ്യം ചോദിച്ചോളൂ, ഈ വരുന്ന ഇലക്ഷൻ ആരാണ് ഞെട്ടുന്നത്? സാധാരണ നിലയിൽ ഞെട്ടുന്നത് നേതാക്കന്മാരും നമ്മുടെ വോട്ടർമാരുമാണ്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഒരു സാധാരണക്കാരനായ ഒരു കൃഷിക്കാരനായ എൻ്റെ മനസ്സ് അങ്ങനെ പറയുന്നു. അതിന് ഉദാഹരണം, കുരുക്ഷേത്ര യുദ്ധം തുടങ്ങി. ഭരണപക്ഷമായ കൗരവരും പ്രതിപക്ഷമായ പാണ്ഡവരും, ഇടയിൽ അഖില ബാന്ധവനായ ശ്രീ വാസുദേവൻ. ഒന്നാം ദിവസം യുദ്ധം ആരംഭിച്ചപ്പോൾ നെഞ്ചിടിപ്പോടെ അന്ധരാജാവ് അരമനയ്ക്കുള്ളിൽ ആധി പിടിച്ച് നടക്കുന്നു. കാരണം അദ്ദേഹത്തിന് കാഴ്ചയില്ല. എന്ത് നടക്കുന്നു, എന്ത് സംഭവിക്കുന്നു എന്നൊന്നും അറിയാൻ പാടില്ല. അപ്പോഴാണ് മന്ത്രി സഞ്ജയൻ്റെ വരവ്. സഞ്ജയൻ പറയുന്നു, അല്ലയോ മഹാരാജൻ, എല്ലാം ഞാൻ പറയാം. സാക്ഷാൽ വേദവ്യാസ മഹർഷി എനിക്ക് ഉൾക്കണ്ണ് തന്നിട്ടുണ്ട്. എല്ലാം നേരിൽ കാണുവാനുള്ള ജ്ഞാനദൃഷ്ടി അദ്ദേഹം എനിക്ക് നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് കുരുക്ഷേത്രത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും കൃത്യമായി അതുപോലെ തന്നെ അങ്ങയോട് ഞാൻ വിവരിക്കുന്നതാണ്. അങ്ങനെ ആദ്യത്തെ രാഷ്ട്രീയ നിരീക്ഷകനാണ് മഹാഭാരതത്തിലെ സഞ്ജയൻ. എന്നാൽ നമ്മുടെ ഈ കേരളത്തിലോ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒരു പട തന്നെയുണ്ട്. സാധാരണ നിലയിൽ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരിൽപ്പെട്ട വളരെ ചുരുക്കം ചില വ്യക്തികൾ ഒഴികെ ബാക്കി എല്ലാവരും ഈ കേരളത്തെക്കുറിച്ചോ ഇവിടുത്തെ കഴിഞ്ഞ 70 വർഷമായി ഭരണം പങ്കിടുന്ന LDFനോ UDFനെ കുറിച്ചോ ജനങ്ങളെക്കുറിച്ചോ ജനവികാരത്തെക്കുറിച്ചോ ഒന്നും വേണ്ട, ലോകത്തിൻ്റെ ഗതി വിഗതികളെക്കുറിച്ചോ ഒരു ചുക്കും അറിയാതെ അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് സ്വന്തം ഇംഗിതങ്ങൾ മാത്രം പറഞ്ഞ് ഫലിപ്പിക്കുന്ന ഒരു നല്ല വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകരുടെ പടക്കളമാണ് കേരളം. അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ പണ്ടേ ഞെട്ടിപ്പോയി. അവർക്ക് ഞെട്ടാനൊന്നും ബാക്കിയില്ല. നേതാക്കന്മാർ അതുപോലെ തന്നെയാണ്. പക്ഷേ ഞെട്ടുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകരായിരിക്കുമെന്ന് ഒരു വെറും സാധാരണക്കാരനായ എൻ്റെ മനസ്സ് പറയുന്നു. അങ്ങനെയുള്ള ഒരു ഇലക്ഷനാണ് ഇനി വരാൻ പോകുന്ന കേരളത്തിലെ നിയമസഭാ ഇലക്ഷൻ. ജയിക്കും തോൽക്കും എന്നുള്ളതല്ല വിഷയം. ഇവിടെ 3 മുന്നണി, അതുമല്ല വിഷയം. ഈ മുന്നണികളിൽ നമ്മുടെ കേരളത്തിലെ വിവേകമതികളായ ജനങ്ങൾ എന്ത് തിരഞ്ഞെടുക്കുന്നു, ആരെ തിരഞ്ഞെടുക്കുന്നു എന്നതാണ് വിഷയം. അതിന് വല്ലാത്ത ഒരു മേന്മ അവകാശപ്പെടാനുണ്ട്. എന്തായാലും ഇലക്ഷൻ കഴിയുമ്പോൾ ഫലം വരും. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകരെ കുത്തിക്കുറിക്കുന്നത് പോലെ അവരുടെ ഏതെങ്കിലും ഡിഗ്രി സമ്പാദനത്തിന് വേണ്ടി സമ്പാദിച്ച ഈ രാഷ്ട്രീയ ഒന്നുമല്ല ഇവിടെ വിജയിക്കുന്നത്. അവർ ഞെട്ടിത്തരിക്കും. ഉറപ്പെന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരനായ ഒരു ഇന്ത്യൻ പൗരൻ്റെ, ഒരു കൃഷിക്കാരൻ്റെ ആയിട്ടുള്ള എൻ്റെ അഭിപ്രായമായിട്ട് കണക്കാക്കിയാൽ മതി. നേതാക്കന്മാരാരും ഞെട്ടാൻ സാധ്യതയില്ല. അതുപോലെ വോട്ടർമാരും ഞെട്ടുന്നത് നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകരായിരിക്കും. നന്ദി, നമസ്കാരം. പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. സംഭവിക്കേണ്ടതെല്ലാം സംഭവിക്കും യഥാസമയം. നമസ്കാരം.